സനാതനധർമ്മം ഉയർത്തിപ്പിടിച്ച സത്യനിഷ്ഠമായ ധാർമ്മികമായ ഒരു ജീവിതത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് വിദ്യാവിഹീനനായ ഒരു സാധാരണക്കാരന് പോലും സർവേശ്വരനിലേക്ക് എത്തിച്ചേരുവാൻ വളരെ അവൻ ഇഷ്ടമുള്ള സാധനകളിലൂടെ, ഇഷ്ടപ്പെടുന്ന വിശ്വാസങ്ങളിലൂടെ ആ പരമ്പരയിൽ എത്തിച്ചേരുവാനുള്ള അനേകവിധമായ ഉപായങ്ങൾ ഭാരതീയ ദാർശനിക സംഹിതകളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം, അവരുടെ മനോനിലവാരം, അവരുടെ ഹൃദയസ്ഥിതി വളരെ താഴ്ന്ന തലത്തിലായിരുന്നു. സാത്വികമായ ആരാധനയിലേക്ക് പ്രവേശിക്കുവാനോ ഉന്നതമായ ചിന്തകൾക്കൊപ്പം സഞ്ചരിക്കുവാനോ സാധിക്കാതെ അവരുടെ വിശ്വാസ ആരാധനകളെ വളരെ താഴ്ന്ന തലത്തിൽ ബന്ധിപ്പിച്ച് നിർത്തി താഴ്ന്ന തരത്തിലുള്ള അന്ധമായ ഒരു ജീവിതം നയിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ ജീവിത സാഹചര്യം. അത്തരമൊരു സാഹചര്യത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ രംഗപ്രവേശം ചെയ്തുകൊണ്ട് പ്രധാനമായും ജനസാമാന്യത്തെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹ്യപരവുമായ സാത്വിക ഒരു സംസ്കാരത്തിലേക്ക് ഉയർത്തി നിർത്തുവാൻ, അവരുടെ ഭക്തി പ്രധാനമായും ജീവനെ ജീവിതത്തിൻ്റെ അമൃത സ്രോതസ്സിലേക്ക് എത്തിക്കുവാൻ ഉപകരിക്കുന്ന തരത്തിൽ വിവിധങ്ങളായ ഉപാസനകളെയും ഉപാസനാമൂർത്തികളെയും നിരവധി ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെ നമുക്ക് പകർന്നു തരികയുണ്ടായി. മദ്യവും മയക്കുമരുന്നും രുധിരപാനവുമൊക്കെയായി അതിലൊക്കെ തൃപ്തിപ്പെട്ടിരുന്ന പല വിധത്തിലുള്ള വിശ്വാസങ്ങൾ, ഇന്നും അത്തരം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ സങ്കീർണതകൾ പല വിധത്തിൽ ഹൈന്ദവ സമൂഹത്തെ ഇന്ന് ഗ്രസിച്ചിരിക്കുകയാണ്. ഏത് തരത്തിലാണ് നമ്മുടെ ജീവിതത്തെ ഉയർത്തി നിർത്തേണ്ടത്, നമ്മുടെ ജീവനെ എങ്ങനെയാണ് പരമധാമത്തിലേക്ക്, പരമ്പൊരുളിലേക്ക് എത്തിക്കേണ്ടത്, അതിന് ഏത് മനുഷ്യരും അവരുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ പാരമ്പര്യമായി പകർന്നു കിട്ടുന്ന വിശ്വാസ സംഹിതകളിലൂടെയാണ് പതിയെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ കേട്ടുകേൾവിയും കുടുംബപരവും സാമുദായികവുമൊക്കെ ആയിട്ടുള്ള വിശ്വാസങ്ങൾ കുട്ടിക്കാലം മുതലേ ഒരു വ്യക്തിയിൽ ഉറയ്ക്കാറുണ്ട്. ആ വിശ്വാസത്തിനനുസരിച്ചാണ് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈശ്വരവിശ്വാസവും ഈശ്വരഭക്തിയുമൊക്കെ ജീവിതത്തിന് ആവശ്യമില്ല എന്ന ചിന്തകൾ ഉരുത്തിരിയുകയും അതിൽ നിന്നും നമ്മുടെ സമൂഹത്തെ മാത്രം, നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെ, വിദ്യാർത്ഥികളെയും യുവതീ യുവാക്കളെയെല്ലാം ഈ സാത്വിക സംസ്കാരത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകുന്ന ഒരു പ്രവണത ശക്തമാകുന്ന സാഹചര്യത്തിൽ പ്രധാനമായും വ്യക്തി കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്ന സാഹചര്യത്തിൽ കുട്ടികൾ പോലും മദ്യാസക്തിയിലേക്കും ഇന്ദ്രിയ ദാസ്യത്തിലേക്കും വീണു പോകുന്ന സാഹചര്യത്തിൽ ശരിയായ ദിശാബോധം ലഭിക്കാതെ മയക്കുമരുന്നിലേക്കൊക്കെ വീണു പോകുന്ന അനേകം ബാല്യങ്ങളും കൗമാരങ്ങളും യൗവനങ്ങളുമൊക്കെ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് യഥാർത്ഥ ഭക്തി നമ്മെ എങ്ങനെ രൂപപ്പെടുത്തുന്നു, നമ്മുടെ സംസ്കാരത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു, നമ്മുടെ ഹൃദയത്തെ എങ്ങനെ പരിവപ്പെടുത്തുന്നു, വേദനകളും പ്രശ്നങ്ങളുമെല്ലാം ഒരു വ്യക്തിയെ അലട്ടുമ്പോൾ അവൻ വിശ്വാസത്തിലൂടെ ഓടിയെത്തുന്നത് ഏതെങ്കിലും
ദേവതകളുടെ കാൽപാദങ്ങളിലായിരിക്കും. ഗുരുവാകട്ടെ ദേവതകളാകട്ടെ എന്തായാലും അവനെ ആശ്രയിക്കുന്നത് അവൻ അദൃശ്യമായ, അവനിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവത്തിലാണ്, ഒരു ദേവതയിലാണ്. അത്തരം ദേവതകളെ ആശ്രയിക്കുന്നത് തെറ്റാണ് എന്ന് പ്രചരിപ്പിക്കുകയും സനാതനധർമ്മത്തിൻ്റെ ശാശ്വതമായ മൂല്യങ്ങളെ അവഹേളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ രാഷ്ട്രീയപരമായ ആവശ്യകത കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിലേക്ക് അടുത്തു നിൽക്കുവാൻ ഭക്തിയിലൂടെയും പ്രണയത്തിലൂടെയും പ്രേമത്തിലൂടെയൊക്കെ ഈശ്വരനോട് മാത്രമല്ല നമ്മുടെ സഹജീവികളോടും കൂടപ്പിറപ്പുകളോടും കുടുംബത്തിലുള്ളവരോടും നമ്മുടെ അയൽവാസികളോടുമൊക്കെ ഒരു ചേർച്ച, അവരുമായിട്ടൊക്കെ ഇണങ്ങിപ്പോകാൻ ഭക്തി നമ്മെ സഹായിക്കണം. വിശ്വാസം മാത്രം ഭക്തിയുടെ അടിത്തറയായി നിൽക്കാതെ സഹജീവികളുടെ അവരിലേക്കുമൊക്കെ ഈ ഭക്തിയുടെ പ്രകാശം എത്തിച്ചേരണമെങ്കിൽ, അതിൻ്റെ ഗുണം നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ഭക്തി എന്ന ഈശ്വരഭക്തി ഇന്ന് ഈ സാഹചര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ യുഗത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ ഇത്തരം മൂല്യങ്ങൾ നമ്മുടെ ജീവിത വിജയത്തിനും ജീവിത ശാന്തിക്കും കുടുംബ സമാധാനത്തിനുമൊക്കെ ആവശ്യമാണോ എന്നും അത് ഏത് തരത്തിലാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്, തെളിച്ചമുള്ളതാക്കി തീർക്കുന്നത്, അന്ധമായ ഭക്തിയിൽ നിന്നും വിവേകമുള്ള ഭക്തിയിലേക്ക്, വിവേകത്തോടെ തെളിച്ചത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ സാധിക്കുന്ന തരത്തിൽ അനവധി മഹാത്മാക്കൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തെ തെളിച്ചമുള്ളതാക്കി തീർക്കട്ടെ. നമ്മളറിയാതെ പോലും നമ്മെ സ്വാധീനിക്കുന്ന സാമൂഹിക തിന്മകളിലേക്ക് നാം പെട്ടുപോകുന്ന നിരവധി വിഷയങ്ങളിൽ നിന്ന് നമ്മെ തിരിച്ചു കൊണ്ടുവരാൻ, നമ്മുടെ ഹൃദയത്തെ ആത്മാഭിമുഖമാക്കി തിരിക്കുവാൻ ഈ പ്രഭാഷണങ്ങൾ നമ്മെ സഹായിക്കുക തന്നെ വേണം. എല്ലാവർക്കും ഹൃദ്യമായ പ്രണാമം.